നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ജ്യോതിഷത്തില് അതിപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ആരൂഢ ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ആരൂഢ ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്നതോ ചെയ്തതോ ആയ വസ്തുക്കളുടെ ശുഭ അശുഭ ഫലങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ശാസ്ത്രമാണിത്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ് അതിന്റെ ഫലത്തിനായി കാത്തിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫലം എന്താണെന്ന് താന്ത്രിക വിധിപ്രകാരം വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. അതിനായിട്ട് ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്നത് ഒരിക്കലും രാത്രിയിലാവരുത്, സൂര്യപ്രകാശത്തിലാവണം. സൂര്യൻ ഉദിച്ചതിന് ശേഷമോ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പോ രാഹുകാലമല്ലാതെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ്. അതിനായിട്ട് കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് രാശിചക്രത്തിൽ തൊട്ടാണ് നമ്മൾ ഫലം മനസ്സിലാക്കുന്നത്. രാശിചക്രം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. രാശിചക്രം എങ്ങനെയാണെന്നുള്ളത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ രാശിചക്രത്തില് മേടവും കർക്കിടകവും തുലാമും മകരവും രാശികള് കൂപവും, ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ രാശികൾ വശിഷ്ഠവും, മിഥുനം കന്നി ധനു മീനം എന്നീ രാശികള് ഉദരവുമാകുന്നുണ്ട്. നമ്മളുടെ എന്തെങ്കിലും കാര്യത്തിന്റെ പരിണിത ഫലം അറിയണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുളി കഴിഞ്ഞ് ശുഭവസ്ത്രം ധരിച്ച്, അതായത് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഈശ്വരസ്മരണയോടുകൂടി ജ്യോതിശാസ്ത്രത്തിന്റെ കർത്താവായ വശിഷ്ഠ മുനിയെ മനസ്സിൽ ധ്യാനിച്ച് രാശിചക്രത്തിൽ ഏതെങ്കിലും ഒന്നിൽ തൊടണം. രാശിചക്രത്തിൽ തൊടുമ്പോൾ കണ്ണടച്ച് നന്നായി പ്രാർത്ഥിച്ച്, കണ്ണടച്ചുകൊണ്ട് വേണം ഈ രാശിചക്രത്തിൽ തൊടുവാനുള്ളത്. തൊട്ട രാശി ഏതാണെന്ന് മനസ്സിലാക്കി ഗുണദോഷങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കാമെന്നുള്ളതും അതിന്റെ ഫലങ്ങളും നമ്മളിപ്പോൾ പറയാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് നമുക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ ആ ജോലിയെക്കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ, ജോലിയെ സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലമാണ് ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള ഒരു രാശിചക്രം നിങ്ങൾ വരച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം കുളിച്ച് വളരെ വൃത്തിയായിട്ട് വരിക. അതിനുശേഷം കണ്ണടച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിൽ തൊടുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തൊടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ വിളിച്ച് കുട്ടികളോട് തൊടാൻ പറയുക. അവര് കുളിച്ച് വൃത്തിയായിരിക്കണം. ബാലന്മാരെ കൊണ്ടോ ബാലികമാരെ കൊണ്ടോ തൊടുവിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പോൾ ജോലിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. രാശിചക്രത്തില് നിങ്ങൾ തൊട്ടത് കൂപമാണെങ്കിൽ ദീർഘകാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. തൊട്ടത് വശിഷ്ഠമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ തന്മൂലം ഇതുകൊണ്ട് ധാരാളം ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. എന്നാൽ തൊട്ടത് ഉദരമാണെങ്കിൽ ജോലി ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങളൊരു യാത്രയ്ക്ക് പോവുകയാണ്. യാത്രയിൽ നിങ്ങൾക്ക് ആ യാത്ര കൊണ്ട് ഗുണമുണ്ടാകുമോ എന്നറിയാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, യാത്രാരംഭത്തിന് മുമ്പ് ഇഷ്ടദേവനെ ധ്യാനിച്ച് രാശിചക്രത്തിൽ തൊടുകയാണ് വേണ്ടത്. തൊട്ടത് വശിഷ്ഠമാണെങ്കിൽ യാത്ര വളരെ ഗുണകരമാണെന്നും കൂപമാണെങ്കിൽ ദോഷമാണെന്നുമാണ്, തൊട്ടത് ഉദരമാണെങ്കിൽ പോയാൽ ശുഭകരമല്ലെന്നുമാണ് അതിന്റെ ഫലം വരുന്നത്. നിങ്ങളുടെ ഒരു സാധനം മോഷണം പോയി, ആ സാധനം മോഷണം പോയി കഴിഞ്ഞാൽ കള്ളനെ തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ തൊട്ടത് കൂപമാണെങ്കിൽ കാലതാമസം കൊണ്ട് ആണെങ്കിലും കള്ളനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. തൊട്ടത് ഉദരമാണെങ്കിൽ ഉടനടി കള്ളനെ കണ്ടുപിടിക്കുമെന്നും, എന്നാൽ തൊട്ടത് വശിഷ്ഠമാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോഷണം പോയ മുതല് തിരിച്ചു കിട്ടുമോ എന്നറിയാനായിട്ട് രാശിചക്രത്തിൽ കൂപമാണ് തൊട്ടതെങ്കിൽ മുതൽ തിരികെ കിട്ടുമെന്നും, വശിഷ്ഠമാണെങ്കിൽ കുറച്ച് തിരികെ കിട്ടുമെന്നും, തൊട്ടത് ഉദരമാണെങ്കിൽ മുതൽ തിരികെ കിട്ടുവാനുള്ള പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നുമാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കടം തീർക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തൊട്ടത് കൂപമാണെങ്കിൽ കുറച്ചായിട്ട് നിങ്ങൾക്കത് തീർക്കാൻ കഴിയുമെന്നും, വശിഷ്ഠമാണെങ്കിൽ പെട്ടെന്ന് കടം തീർക്കാൻ കഴിയുമെന്നും, ഉദരമാണെങ്കിൽ കഴിയില്ലെന്നും, കാലാവധി വളരെയധികം കൂടുമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ കൃഷിയിൽ നിന്നുണ്ടാകുന്ന ആദായത്തെക്കുറിച്ച് അറിയുവാനായിട്ട് വശിഷ്ഠമാണെങ്കിൽ കൃഷി നഷ്ടമായിരിക്കുമെന്നും, ഉദരമാണെങ്കിൽ കൃഷി കൊണ്ട് നേട്ടമുണ്ടാകുമെന്നും നല്ല വിളവും ഉണ്ടാകുമെന്നും മനസ്സിലാക്കാം.
തൊട്ടത് കൂപമാണെങ്കിൽ വലിയ ലാഭമോ നഷ്ടമോ ഉണ്ടാവില്ല, മുതല് തിരിച്ചു കിട്ടുമെന്നും മനസ്സിലാക്കാം. ഒരു വീട്ടിൽ താമസിക്കുന്നതിനെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൂപമാണ് തൊട്ടതെങ്കിൽ ആ വീട് അനുയോജ്യമായതല്ലെന്നും അവിടെ പാർക്കുന്നത് ആപത്തിനിടയാക്കുമെന്നും, തൊട്ടത് വശിഷ്ടമാണെങ്കിൽ താമസക്കാർക്ക് രോഗങ്ങൾ പിടിപെടുമെന്ന്, ഉദരമാണെങ്കിൽ താമസത്തിന് അനുയോജ്യമാണെന്നുമാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. കൂടാതെ കാര്യസാധ്യത്തിനാണ്. ഈ കാര്യസാധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം ഈ കാര്യസാധ്യത്തിൽ പെടുന്നതാണ്. അപ്പോൾ കാര്യസാധ്യത്തിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ കുളിച്ചു വന്ന് ബാലനെ കൊണ്ടോ ബാലികയെ കൊണ്ടോ രാശിചക്രത്തിൽ തൊടിയിക്കുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ തൊടാവുന്നതാണ്. നിങ്ങൾ തുടരുത് എന്ന് പറയുന്നതിന്റെ കാരണം ഏകദേശം ഇത് വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു രൂപഘടന മനസ്സിലാകുകയും അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തൊടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിന്റെ കൃത്യമായിട്ടുള്ള ഫലം ലഭിക്കുകയില്ല. കുട്ടികളാവുമ്പോൾ അവർക്കിതറിയില്ല. അവര് കൃത്യമായിട്ടുള്ള ഒരു ഫലത്തിൽ വന്ന് തൊട്ട് നമ്മളെ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാര്യസാധ്യത്തിനായിട്ട് വസിഷ്ഠമാണ് തൊട്ടതെങ്കിൽ നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ട കാര്യം പെട്ടെന്ന് തന്നെ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തൊട്ടത് കൂപമാണെങ്കിൽ കാലതാമസം കൊണ്ട് കാര്യസാധ്യം കൈവരിക്കുന്നതാണ്. തൊട്ടത് ഉദരമാണെങ്കിൽ നിശ്ചയിച്ചു കൊണ്ടുപോകുന്ന കാര്യം സാധിക്കയില്ലെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. നമ്മളുടെ ഈ ആരൂഢ ചക്രം വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ സ്ഥാനം കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം. ഏറ്റവും മേളിലായിട്ട് 4 കോളങ്ങളിൽ മീനം, മേടം, ഇടവം, മിഥുനമാണ് വരുന്നത്. താഴേക്ക് 2 സൈഡിലായിട്ട് കുംഭം, മകരം, ധനുവും, കർക്കിടകവും, ചിങ്ങം, കന്നിയും. താഴെ 2 കോളങ്ങളിൽ വൃശ്ചികവും തുലാമുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ വരയ്ക്കുക. കൃത്യമായിട്ട് അങ്ങനെ തന്നെ വരയ്ക്കുക. കോളങ്ങളുടെ അളവ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ രാശികൾ എവിടെയൊക്കെയാണ് കൃത്യമായി സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കി വരയ്ക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പും അന്നദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.